മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണം സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിലെത്തും. പിണറായിയിൽ മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകും. ദീപക് ധർമ്മടം കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ദീപക്, ഒരേ ഒരു PB അംഗമാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്ന് മത്സര രംഗത്തുള്ളത്, പിണറായി വിജയനാണ്. ധർമ്മടത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ ആ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. മൂന്നാം ഊഴത്തിന് ഈ വികസന നായകന് മൂന്നാം ഊഴത്തിലേക്ക് എത്തുന്നു എന്നൊക്കെയുള്ള പോസ്റ്ററുകൾ വന്നു കഴിഞ്ഞു. ഇന്ന് റോഡ് ഷോ ഉണ്ടല്ലോ, മുഖ്യമന്ത്രി നയിക്കുന്ന റോഡ് ഷോ. എപ്പോഴാണ് അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുക? എന്തൊക്കെയാണ് ഇന്നത്തെ മറ്റു പരിപാടികൾ? വിശദാംശങ്ങൾ എന്തൊക്കെ? ഗോപി, വികസന നായകന്റെ മൂന്നാം ഊഴം മൂന്നാം വരവ് എന്നുള്ള നിലയിൽ തന്നെയാണ് ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ അല്പസമയത്തിനകം തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു എയർപോർട്ടിൽ. ഇപ്പോൾ നേതാക്കൾ സ്വീകരിക്കാൻ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ജയൻ കല്യാശ്ശേരി ഒന്ന് പാൻ ചെയ്താൽ കാണാം. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, CPI-യുടെ നേതാവ് CN ചന്ദ്രൻ, അതുപോലെ മുതിർന്ന നേതാക്കൾ പുരുഷോത്തമൻ, M സുരേന്ദ്രൻ, ശശിധരൻ, എല്ലാ ആൾക്കാരും നേതാക്കളെല്ലാം ഉണ്ട്. അതിലപ്പുറത്തേക്ക് വലിയ പ്രവർത്തകരുടെ നിര നമുക്കിവിടെ കാണാം. അതായത് ഒരു ലോക്കലിൽ നിന്നുള്ള പ്രവർത്തകർ മാത്രം വന്നാൽ മതി എന്നുള്ളതാണ് പാർട്ടി നിർദ്ദേശം നൽകിയത്. പക്ഷേ എന്നാൽ മറ്റു പ്രദേശത്തു നിന്നും പ്രവർത്തകർ എത്തിയിട്ടുണ്ട് ഇവിടത്തേക്ക്. ഇവിടെ നിന്നും പിണറായിയെ സ്വീകരിക്കും. പിണറായി ഇതിലൂടെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, ഇവിടെ വെച്ച് സ്വീകരണം നൽകുന്നു. ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തേക്ക് എത്തിയിട്ടില്ല, അല്പസമയത്തിനകം അദ്ദേഹം എത്തും. അതിനു മുമ്പ് നമുക്ക് CPI നേതാവ് CN ചന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ ഇവിടെ ഇടതുമുന്നണിയുടെ ഒരു പ്രധാന ഘടകകക്ഷിയുടെ നേതാവ് എന്നുള്ള CPI നേതാവ് CN ചന്ദ്രൻ ചേരുന്നു. പിണറായി ധർമ്മടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായതിനു ശേഷം ആദ്യമായി ഇവിടെ എത്തിച്ചേരുകയാണ്. വളരെ ആവേശത്തിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, നാട്ടുകാരെല്ലാം തടിച്ചുകൂടി കേരളത്തിൻ്റെ വികസന നായകനെ വരവേൽക്കാൻ ഒത്തുചേർന്നിരിക്കുന്ന സമയമാണിത്. കേരളം കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യക്ക് മാതൃക കാണിക്കുന്ന ബദൽ സമീപനം സ്വീകരിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സംസ്ഥാനമാണ്. അതിന് നേതൃത്വം കൊടുത്തത് സഖാവ് പിണറായിയാണ്. ഈ ധർമ്മടത്ത് ഭൂരിപക്ഷം കൂടുമോ എന്നുള്ളതാണ് പൊതുവിലുള്ള ചോദ്യം. എന്താണ് CN? എതിരാളികളെ അപ്രസക്തമാക്കുന്ന രീതിയിലുള്ള വൻ ഭൂരിപക്ഷം. KK രാഗേഷ്, ജില്ലാ സെക്രട്ടറി, വികസന നായകന്റെ മൂന്നാം ഊഴമാണ്. സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. ധർമ്മടം മണ്ഡലക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തീർച്ചയായും കേരളത്തിൻ്റെ അഭിമാനമാണ്. അതോടൊപ്പം തന്നെ ധർമ്മടം മണ്ഡലക്കാരുടെ അഹങ്കാരം കൂടിയാണ്, സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, കഴിഞ്ഞ തവണയുണ്ടായ ഭൂരിപക്ഷത്തേക്കാൾ ഉയർന്ന ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മണ്ഡലമാകെ അദ്ദേഹത്തെ എല്ലാ ഘട്ടത്തിലും നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുത്തിട്ടുണ്ട്. ഗോപി, കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. M സുരേന്ദ്രൻ മണ്ഡലത്തിന്റെ ചുമതലക്കാരൻ കൂടിയാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുരേന്ദ്രൻ. ഇത്തവണ UDF-ൽ നിന്ന് ധാരാളം വോട്ടുകൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കിട്ടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ധാരാളം വോട്ടുകൾ UDF-ൽ നിന്ന് കിട്ടിയിരുന്നു. ഇത്തവണ കിട്ടുമെന്ന് മാത്രമല്ല, കൂടുതൽ വോട്ട് ലഭിക്കുമെന്ന് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന നേതാവ് സഖാവ് പിണറായി വിജയനായിരിക്കും എന്ന അഭിമാനകരമായി ഞങ്ങൾ. ഈ ഘട്ടത്തിൽ ഒരു വനിതാ നേതാവ്, പഴയ പിണറായി പഞ്ചായത്ത് പ്രസിഡന്റാണ് ലീല, പിണറായിയെ കാത്തു നിൽക്കുകയാണ്. എന്താ തോന്നുന്നു? ഇത്തവണ കഴിഞ്ഞതിലും നേരെ ഡബിള് ഭൂരിപക്ഷമായിരിക്കും ഇത്. അത്ര കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് ധർമ്മടക്കാർ സഖാവ് വിജയേട്ടനെ ജയിപ്പിക്കുക. ധർമ്മടം മണ്ഡലം സെക്രട്ടറി ശശിധരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അങ്ങേക്കാണ് തെരഞ്ഞെടുപ്പിന്റെ മണ്ഡലം ചുമതല. നേരത്തെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്താ അവസ്ഥ? തീർച്ചയായും നമ്മൾ ഒരു 1.5 മാസക്കാലമായി മുന്നണിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഊർജ്ജമാണ് ധർമ്മടം മണ്ഡലത്തിലെ വോട്ടർമാർക്കും ജനങ്ങൾക്കും ഉള്ളത്. ആ ഊർജ്ജം വോട്ടായി മാറുന്നതാണ്. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം പിണറായി വിജയൻ സ്വന്തം മണ്ഡലത്തിലേക്ക് വരികയാണ്. ഇന്ന് അദ്ദേഹം നയിക്കുന്ന റോഡ് ഷോ ഉണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതിനുശേഷം ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് അദ്ദേഹം കടക്കുന്നു. വൈകിട്ട് 3:30 മട്ടന്നൂർ എയർപോർട്ട് മുതൽ പിണറായി വരെയാണ് ആ റോഡ് ഷോ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മുഖ്യമന്ത്രി ആദ്യമായി സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുന്നു. വരുന്ന ദിവസങ്ങളിൽ വോട്ടർമാരെ നേരിട്ട് കണ്ടുള്ള പ്രചാരണവുമായി പിണറായി വിജയൻ മണ്ഡലത്തിൽ സജീവമാകും. പ്രത്യേകിച്ച് പാർട്ടിക്ക് ഇപ്പോൾ കണ്ണൂരിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയും വെല്ലുവിളിയും പാർട്ടി
വിട്ട ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണനുമൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജില്ലയിൽ എത്തുന്നു എന്നത് പാർട്ടിക്ക് വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് എത്തിക്കൊണ്ട് പ്രചാരണം നടത്തും എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ദീപക് ദർപ്പണം ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.